ഹോർമസ് കടലിടുക്ക് വഴി പാചകവാതകവുമായി 2 ഇന്ത്യൻ ടാങ്കറുകൾ കൂടി കടന്നുപോയി. അടുത്ത 2 ദിവസത്തിനുള്ളിൽ ഇവ ഇന്ത്യൻ തീരത്തെത്തുമെന്നാണ് പ്രതീക്ഷ. ഏകദേശം 92,612 ടൺ LPG ആണ് ഈ കപ്പലുകളിൽ ഉള്ളതെന്ന് തുറമുഖ ഷിപ്പിംഗ് മന്ത്രാലയം അറിയിച്ചു. പാചകവാതകവുമായി 2 ഇന്ത്യൻ ടാങ്കറുകൾ കൂടി ഹോർമുസ് കടലിടുക്ക് വഴി സുരക്ഷിതമായി കടന്നുപോയെന്നാണ് റിപ്പോർട്ടുകൾ. അടുത്ത 2 ദിവസത്തിനുള്ളിൽ ഇവ ഇന്ത്യൻ തീരത്തെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഷിപ്പ് ട്രാക്കിംഗ് ഡാറ്റ പ്രകാരം പൈൻ ഗ്യാസ്, ജഗ്വസന്ത് എന്നീ ടാങ്കറുകളാണ് കടലിടുക്ക് കടന്നത്. ഇറാനിലെ ലാരക്, ഖേഷം ദ്വീപുകൾക്കിടയിലൂടെയാണ് ഈ കപ്പലുകൾ സഞ്ചരിച്ചത്. ഏകദേശം 92,612 ടൺ LPG ആണ് ഈ കപ്പലുകളിലുള്ളതെന്ന് തുറമുഖ ഷിപ്പിംഗ് മന്ത്രാലയം സ്പെഷ്യൽ സെക്രട്ടറി രാജേഷ് കുമാർ സിൻഹ അറിയിച്ചു. മാർച്ച് 26-നും 28-നും ഇടയിൽ ഇവ ഇന്ത്യൻ തുറമുഖങ്ങളിലേക്കെത്തും. 60 ഇന്ത്യൻ ജീവനക്കാരാണ് ഈ 2 കപ്പലുകളിലുമായി ഉള്ളത്. പശ്ചിമേഷ്യൻ യുദ്ധത്തെ തുടർന്ന് ഹോർമുസ് കടലിടുക്കിൽ കുടുങ്ങിയ 22 ഇന്ത്യൻ കപ്പലുകളിൽ ഉൾപ്പെട്ടവയാണിത്. നേരത്തെ MT ശിവാലിക്, MT നന്ദാദേവി എന്നീ കപ്പലുകളും സമാനമായ രീതിയിൽ ഇന്ത്യയിലെത്തിയിരുന്നു. യുദ്ധം പൊട്ടിപ്പുറപ്പെടുമ്പോൾ ആകെ 28 ഇന്ത്യൻ കപ്പലുകളാണ് ഹോർമുസ് മേഖലയിലുണ്ടായിരുന്നത്. നിലവിൽ കടലിടുക്കിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് 22 കപ്പലുകളും കിഴക്കൻ ഭാഗത്ത് 2 കപ്പലുകളുമാണുള്ളത്. ഏകദേശം 600 ഇന്ത്യൻ നാവികർ ഇപ്പോഴും ഈ മേഖലയിലെ കപ്പലുകളിലുണ്ട്. കുടുങ്ങിക്കിടക്കുന്ന കപ്പലുകളിലെ ജീവനക്കാർക്ക് ഭക്ഷണത്തിനോ വെള്ളത്തിനോ നിലവിൽ ബുദ്ധിമുട്ടില്ലെന്നും അവരുടെ സുരക്ഷയ്ക്കാണ് മുൻഗണനയെന്നും തുറമുഖ ഷിപ്പിംഗ് മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്ക് വഴിയാണ് ഇന്ത്യയുടെ LPG ഇറക്കുമതിയുടെ 85 മുതൽ 95% വരെയും നടക്കുന്നത്. ബിസിനസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.